എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പണ്ട് കുട്ടികൾ മുട്ടുകാലിൽ ഇഴയുന്നത് പോലെ 4 കാലിൽ നടക്കുന്ന വ്യായാമമാണ് ബെയർ ക്രോൾ അല്ലെങ്കിൽ ക്രോളിംഗ് വ്യായാമം എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസും ഏകോപനവും കൈകളും കാലുകളും ഒരേ സമയം താളത്തിൽ ചലിപ്പിക്കേണ്ടി വരുന്നതിനാൽ തലച്ചോറിൻ്റെയും ശരീരത്തിൻ്റെയും ആ ഒരു ശക്തി നിലനിർത്താൻ ഈ ഒരു വ്യായാമം മെച്ചപ്പെടുത്തുന്നതാണ്. കോർ പേശികൾ ശക്തമാക്കുന്നു. വയറിലെയും നടുവിലെയും പേശികൾക്ക് മികച്ച ഒരു വ്യായാമമാണിത്. ഇത് നടുവേദന അകറ്റാൻ വളരെ എളുപ്പം സാധിക്കുന്ന വ്യായാമം. ശരീരഭാരം കുറയ്ക്കാൻ അതിലെ ഭൂരിഭാഗം പേശികളും ഒരേ സമയം പ്രവർത്തിക്കുന്നതിനാൽ ഇത് പെട്ടെന്ന് കലോറി എരിച്ചു കളയാൻ സഹായിക്കുന്ന ഒരു മികച്ച കാർഡിയോ വ്യായാമമാണ് കേട്ടോ. അപ്പോൾ തോളിലും കൈകൾക്കും കരുത്ത്, ശരീരത്തിൻ്റെ ഭാരം കൈകളിലും തോളുകളും താങ്ങേണ്ടി വരുന്നതിനാൽ തോൾ പലകകൾ, കൈകൾ, നെഞ്ച് എന്നിവിടങ്ങളിലെ പേശികൾക്ക് നല്ല കരുത്ത് ലഭിക്കും. ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നതും കണങ്കാൽ, കൈത്തണ്ട എന്നിവയുടെ ചലനശേഷിയും വഴക്കവും വർദ്ധിപ്പിക്കാൻ ഈ വ്യായാമം അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അങ്ങോട്ട് നോക്കുക, റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നോക്കുക. അപ്പോൾ നമ്മുടെ നെക്കിനും അത് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു വ്യായാമമാണ്. പാർട്ട് 2, ഇത് നട്ടെല്ലിൻ്റെ ആരോഗ്യം. അപ്പം നമ്മുടെ ബാക്കിലെ നട്ടെല്ലിൻ്റെ ഒക്കെ ആ ഒരു ആരോഗ്യത്തിനും അതിൻ്റെ ഒരു വഴക്കത്തിനും രക്ത ഓട്ടം വർദ്ധിക്കാനൊക്കെ ഇതേ പൊസിഷനിൽ നമുക്ക് ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡൊക്കെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് എത്ര നേരം ഇരിക്കാൻ സാധിക്കും അത്ര നേരം ഇരുന്ന് ഇതേ പൊസിഷനിൽ ഇരിക്കുന്നത് വളരെ നല്ലതാണ്. പുറം വേദനയ്ക്ക് ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ ദീർഘദൂരം ഇരിക്കുന്നത് മൂലം കഴുത്തിനും നടുവിലും ഉണ്ടാകുന്ന പേശി മുറുക്കം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ദഹന പ്രക്രിയ വേഗത്തിലാക്കാനും ഈ ഒരു വ്യായാമം ഒരുപാട് നേരം അടുക്കളപ്പണി ചെയ്യുന്നവരും കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരും ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരും വണ്ടി ഓടിക്കുന്നവർക്കും ഒക്കെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യേണ്ട വ്യായാമമാണിത്. ഇത് ഫുൾ ബോഡി നമ്മുടെ രക്തോട്ടം വർദ്ധിപ്പിച്ച് നമുക്ക് ആരോഗ്യത്തെ വളരെ വേഗത്തിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോളൂ.